മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു എന്തുകൊണ്ടാണ് നമുക്ക് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒന്നിനും ഒരു അവസാനമില്ല. എല്ലാം നമ്മൾ വിചാരിച്ചു പടച്ചവനെ മാരകമായ നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ വന്നു, കൊടുങ്കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, ഉരുൾപൊട്ടലുകളും ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞു. പടച്ചവൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തത് ഇപ്പോൾ വൈറസ് രോഗങ്ങൾ വന്നു. അതും പോകട്ടെ, പൗരത്വ ബില്ലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പടച്ചവനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. എല്ലാവരും ഭയത്തിന്റെ നടുവില, വല്ലാത്ത പ്രയാസത്തിന്റെ നടുവില. എന്തേ ഇതിന്റെ കാരണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളൊക്കെ പറയും മുസ്ലിമീങ്ങളാ മുസ്ലിമീങ്ങളാ മുസ്ലിമീങ്ങളാ, ഈമാനുള്ളവരാ, ഞാനൊരു വിശ്വാസിയാ എന്ന് ഞാനും നിങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം ഉറച്ചതാണോ അതോ ചുമ്മാതെ പറയുന്നതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാ അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് തരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും ഭയത്തിന്റെ നടുവില്, എല്ലാവരും ഇന്ന് പടച്ചവനെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നടപ്പാക്കിയവർ പിന്നോട്ട് പോകാതെ പല വളഞ്ഞ വഴികളിലൂടെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇനി മുസ്ലിം സമുദായം പടച്ചവനെ രേഖയുള്ളവനും രേഖയില്ലാത്തവനും എല്ലാവരും ഒരു ഭയത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് തരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ ഈമാനിനെ അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. എത്രയോ സത്യമാണ്. ഇന്ന് പലർക്കും എന്റെ പ്രിയപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ബില്ലിനെ ഭയക്കുന്ന ഓരോ സഹോദരങ്ങളോടും ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആവലാതിപ്പെടുന്ന, വീടിന്റെ പണി പലരും പൂർത്തീകരിച്ചു, വീടിന്റെ പണിയൊക്കെ പകുതിയിൽ തന്നെ നിർത്തിക്കഴിഞ്ഞു. ഇനി എന്തിനാ ഉസ്താദ്? ഒരു വലിയ ചോദ്യം പലരും കാണുമ്പോൾ ചോദിക്കുന്നു, ഉസ്താദ് ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? വല്ലാത്ത ഒരു ഭയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, വിപത്തുകൾ തരുന്നത്, ദുരന്തങ്ങൾ തരുന്നത് നമ്മുടെ ഈമാനിനെ അളക്കാനാണെന്ന് മുത്തുനബി അവിടെ നിന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ള എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങൾ വല്ലാത്ത പേടിയുള്ള വിഷയമാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ മദ്രസയിലെ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5. പലർക്കും ഇന്ന് അതിന് ഓർമ്മ തന്നെ കാണാറില്ല. ഈമാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം? ഈമാൻ കാര്യം 6 എണ്ണം തെറ്റാതെ പറയാൻ അറിയുന്ന എത്ര പേരുണ്ടാകും? ഒന്ന് മനസ്സിലെങ്കിലും പറഞ്ഞു നോക്ക്. ഈമാൻ കാര്യം 6 എണ്ണം, ഇസ്ലാം കാര്യം 5 എണ്ണം. ഇത് തെറ്റാതെ ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കിയേ. ഞാൻ കൈയൊന്നും പൊക്കാൻ പറഞ്ഞില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈമാൻ കാര്യം 1 എന്ത്, 2 എന്ത്, 3 എന്ത്, 4 ഏത്, 5 ഏത്, 6 ഏത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച പറഞ്ഞങ്ങാതി ആലോചിച്ച ഈ 6 ഓർമ്മയുള്ളവരെന്ന് കൈവക്കിക്കേ. ഈമാൻകാരി 6 ഉസ്താദന്മാരെന്ന് തിരിഞ്ഞു വയ്ക്കോ. ഈമാൻകാരി 6 എണ്ണം ഉണ്ട്. 6 അറിയുന്നവരെന്ന് കൈവക്കിക്കേ. ഞാൻ ചോദിച്ചത് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലേപ്പാ? ഇവിടെ വേറെ എന്തെങ്കിലും പറയുമോ? വേറെ എന്തെങ്കിലും പറയൂ സാർ. ഈമാൻകാരി, ഇസ്ലാം കാര്യം 5 എണ്ണം ഉണ്ട്. അറിയണവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നമ്മളാ മുസ്ലിമീങ്ങള്. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മളാ മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഈമാൻകാരോട് ഞാൻ ചോദിക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കണം. അതാണല്ലോ വിശ്വാസപരമായ കാര്യങ്ങൾ 6 എണ്ണം, കർമ്മപരമായ കാര്യങ്ങൾ 5 എണ്ണം. അത് 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലല്ലേ? 1ാം ക്ലാസ്സിലാണ് അബു ഇബ്നു ഉമ്മക്കല്ലേ പഠിപ്പിക്കുക അല്ലേ? 2ാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അത് അവിടെ വെച്ച് പൂട്ടിയതാ. ഇപ്പോഴും നടക്കുന്നുണ്ട്. 35, 40, 50 വയസ്സുള്ള വാപ്പമാരും കാക്കാമാരും. എന്താപ്പാ ഈമാൻ കാര്യം? 1, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അല്ലേ? അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തിനെ